ആദ്യമായി നേരിട്ട് കാണുകയാണെങ്കിലും സതീഷ് കൃഷ്ണ സെയിൽ MLA കണ്ണാടിക്കലുകാർക്ക് ചിരപരിചിതനാണ്. ഒരു പരിചയവുമില്ലാത്ത അർജുനെ കണ്ടെത്തുന്നതുവരെ കൂടെ നിന്ന കർണാടകത്തിലെ MLA നാട്ടുകാർ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. ഭരണകൂടം വിലക്കിയിട്ടും പുഴയുടെ ആഴങ്ങളിൽ അർജുനെ തിരഞ്ഞ ഈശ്വർ മാൽപ്പയോടുള്ള നന്ദിയും നാട്ടുകാർ അറിയിച്ചു. അർജുന്റെ ലോറി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട വിവരം അറിഞ്ഞതു മുതൽ കൂടെയുണ്ട് സതീഷ് കൃഷ്ണ സെയിൽ. 72 ദിവസത്തിനിടെ കടന്നുപോയ പ്രതിസന്ധികളേറെ. തിരച്ചിൽ പാതിവഴിയിൽ നിർത്തുമോ എന്ന ആശങ്ക. എന്നാൽ കുടുംബത്തെ ചേർത്തു നിർത്തി MLA. അർജുനെ തിരിച്ചു നൽകിയതിനുള്ള സന്തോഷവും നന്ദിയും ഒരു നാട് സതീഷ് കൃഷ്ണ സെയിലിനെ അറിയിച്ചു. ഒറ്റക്കെട്ടായി നിന്ന കേരള ജനതയ്ക്ക് നന്ദി. Media's support was very good because, see, without media also we cannot work. With your crossing the questions and all this, we have to alert. And the department, police department, district administration, all they have given the support. District, local minister, Vaidya. ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ അർജുനായി പലതവണ മുങ്ങിപ്പൊങ്ങിയ ഈശ്വർ മാൽപ്പെ സ്വന്തം സുരക്ഷ പോലും നോക്കാതെയാണ് ആഴങ്ങളിലേക്ക് മാൽപ്പെ ഇറങ്ങിയത്. ഇവിടെയുള്ള ആൾക്കാർ ജാതി മത ഭേദ വിട്ട് എല്ലാവരും പ്രാർത്ഥന പണി ആ പ്രാർത്ഥന ഫലിച്ച് അതിലെ മുന്നാടി നമ്മളെ മൂന്നപ്പണ്ണവിടെ 72 ഡേയ്സ് മഴ വരും ചളി വരും എല്ലാത്തിലെ അതേ ഭാഗത്തിൽ ഇരുന്നിട്ട് അവരൊരു മുതലാളിയായിട്ട് ഒരു ഡ്രൈവറിനെ എങ്ങനെ കൊണ്ടുവരണം ജഗത്തിലെ കണ്ടത്. കർണാടക സർക്കാരിന്റെ ധനസഹായമായ 5 ലക്ഷം രൂപ MLA കുടുംബത്തിനു കൈമാറി. മാത്രമല്ല വ്യക്തിപരമായും കുടുംബത്തിന് 1 ലക്ഷം രൂപ ധനസഹായം നൽകി. കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടമായത്. ഇനിയും സഹായം കുടുംബത്തിനു വേണം. ഇത് കർണാടക സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുമെന്ന ഉറപ്പു നൽകിയാണ് കാർവാർ MLA കണ്ണാടിക്കൽ നിന്നും മടങ്ങിയത്. മിഥില ബാലൻ, 24 കോഴിക്കോട്.